ഇനി നമ്മൾ നോക്കുന്നത് കോമ്പണൻസ് ആൻഡ് ദ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അതിലെന്താണ് പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ നോക്കി നോക്കുക. എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് ചുറ്റുമുള്ളതാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ദീസ് എലമെൻറ്റ്സ് ക്യാൻ ബി ലിവിങ് ആയിരിക്കാം, അതായത് ബയോട്ടിക് ആയിരിക്കാം, അതല്ലെങ്കിൽ നോൺ ലിവിങ് ആയിരിക്കാം എന്ന് പറഞ്ഞു. ഓൺ ദി ബേസിസ് ഓഫ് ദിയർ ഓറിജിൻ ആൻഡ് നേച്ചർ ദ എൻവയോൺമെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്. ഇതിൻ്റെ ഒറിജിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇതിൻ്റെ നേച്ചറിൻ്റെയും ഒറിജിൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് എന്താക്കാൻ പറ്റും, എൻവയോൺമെൻറ്റിനെ ഡിഫറെൻറ്റ് ടൈപ്സാക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അവിടെ ഈ പിയോഡിൻ്റെ ഒരു കൊട്ടേഷൻ കാണാൻ, അതായത് എൻവയോൺമെൻറ്റ് ഈസ് എ സം ഓഫ് ടോട്ടൽ ഓൾ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ദാറ്റ് സറൗണ്ട് ആൻ ഓർഗാനിസം ആൻഡ് എഫക്ട് ഇറ്റ് ഇസ് സർവൈവൽ. എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ലിവിങ് ആയിട്ടുള്ളതും നോൺ ലിവിങ് ആയിട്ടുള്ള എല്ലാത്തിനെയും പറയുന്നത്, അതായത് ഒരു ഓർഗാനിസത്തിന് ചുറ്റുമുള്ളതും അതിൻ്റെ ആ ഓർഗാനിസത്തിൻ്റെ സർവൈവലിന് നിലനിൽപ്പിന് വേണ്ടി ബാധിക്കുന്നതും നിലനിൽക്കുന്നതുമായ കാര്യങ്ങളെയാണ്, അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി അതല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നോക്കിയ കോമ്പണൻസ് ഓഫ് എൻവയോൺമെൻറ്റ് രണ്ടെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്, ബയോട്ടിക് കോമ്പണൻറ്റ് അതുപോലെ തന്നെ അബയോട്ടിക് എന്നുള്ളത്, അതായത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് എന്നുള്ളത്. ഇത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, പക്ഷേ ഓരോരു ഹെഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന സമയത്ത് വീണ്ടും ഒരു റിപ്പീറ്റേഷൻ വരുന്നു എന്നുള്ളതാണ്. ബയോട്ടിക് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ദീസ് ആർ ദ ലിവിങ് ഓർഗാനിസം ദാറ്റ് ഇൻഹാബിറ്റ് ദ എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് വൺ അനദർ. ഇതെന്താ ലിവിങ് ആയിട്ടുള്ളതാണ്, ഒന്ന് മറ്റൊന്നോടുമായിട്ട് എന്താക്കി ഇൻട്രാക്ട് ചെയ്യുന്നതാണ്. അതിൽപ്പെടുന്ന പ്ലാന്റ്, ട്രീസ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യം ഗ്രാസസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാനിൽ പെടുന്നത്. അതുപോലെ ആനിമൽസിൽ വരുന്ന വൈൽഡ് ലൈഫ് കാര്യങ്ങൾ, ഹ്യൂമൻ ബീങ്സ്, മൈക്രോ ഓർഗാനിസം എന്നുള്ളത്. പ്ലാന്റിന് അതെങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആവാന്ന് പറയുന്നത്, ഹ്യൂമൻ ബീങ്സിന് നോർമലി പ്ലാന്റിനെ ആശ്രയിക്കും എയറിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറയുന്നത് പോലെ. അതുപോലെ തന്നെ ആനിമൽസ് പ്ലാന്റിനെ ആശ്രയിക്കും അവരുടെ ഫുഡായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്, നമ്മളെ ഷെൽട്ടറായിട്ട് നമ്മൾ ആശ്രയിക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അതിലൊരു റോൾ എന്ന് പറഞ്ഞാൽ ദേ മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. ഈ ബയോട്ടിക് കോമ്പണൻസ് ആണ് എക്കോളജിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡ് ചെയിൻസ്, സപ്പോർട്ട് ലൈഫ് പ്രോസസ്സേഴ്സ്, ലൈഫിന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ടൊക്കെ ആരാണ് നൽകുന്നത്, ഈ ബയോട്ടിക് കോമ്പണൻസ് ആണ്. ഇനി അബയോട്ടിക് കോമ്പണൻസിലേക്ക് നോക്കിയാലോ, നോൺ ലിവിങ് എന്നുള്ളതാണ്. ദീസ് ആർ നോൺ ലിവിങ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൽ നോൺ ലിവിങ് ആയിട്ടുള്ള കെമിക്കലായിട്ടുള്ള ഫാക്ടേഴ്സാണ്. എന്തൊക്കെ അതിൽ ഉൾപ്പെടുക, ഫിസിക്കൽ ഫാക്ടേഴ്സിൽ എയർ, വാട്ടർ, ലാൻഡ്, സോയിൽ, സൺലൈറ്റ്, ടെമ്പറേച്ചർ തുടങ്ങിയവയാണ്. അതുപോലെ തന്നെ കെമിക്കൽ ഫാക്ടേഴ്സിലോ ഓക്സിജൻ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലെന്താക്കുക ഉൾപ്പെടുക എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഈ ഒരു ഹെഡിങ്ങിൻ്റെ ഇടയിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പിന്നെ താഴെ കൊടുത്തിട്ടുള്ള കീ പോയിൻറ്റ്സ് ഒന്ന് വായിച്ച് നോക്കുക. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിനാണ്, ജസ്റ്റ് നോട്ട് ദാറ്റ് പോയിൻറ്റ്. കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമുക്ക് എന്താക്കുക കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പേജ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അതിന് നമുക്ക് എൻവയോൺമെൻറ്റിന് 3ആയി തരംതിരിക്കാം എന്നുള്ളതാണ്. ഓൺ ദ ബേസിസ് ഓഫ് ഒറിജിൻ, നാച്ചർ, ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒറിജിൻ്റെ അടിസ്ഥാനത്തിൽ, നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ, ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എൻവയോൺമെൻറ്റിനെ നമുക്ക് താഴെ പറയുന്ന 3ആയിട്ട് തരംതിരിക്കാം. ഒന്ന് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്, രണ്ടാമത് ഹ്യൂമൻ മെയ്ഡ് ആർട്ടിഫിഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്, മൂന്നാമത് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഒന്നാമത് എന്താണ് പറയുന്നത്, നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഓൾ നാച്ചുറലി ഒക്വയറിങ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. അതായത് ലിവിങ് ആയിട്ടുള്ളത്, നോൺ ലിവിങ് ആയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു, അത് നാച്ചുറലി സംഭവിച്ചിട്ടുള്ള എല്ലാ ലിവിങ്ങും നോൺ ലിവിങ്ങിനെയും എന്തിൽ ഉൾപ്പെടുത്തും, നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഉൾപ്പെടുത്തും. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ നേച്ചർ മുഖേനയാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്, വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻ്റർഫറൻസ്. അതായത് മനുഷ്യൻ്റെ ഒരു ഇടപെടലുകളും ഇല്ലാതെ രൂപപ്പെട്ടിട്ടുള്ള എൻവിറോൺമെൻറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ് നോക്കിയൊക്കെ, കാടുകൾ, ഗ്രാസ് ലാൻഡുകൾ, ഡെസേർട്ട്സുകൾ, അതുപോലെ തന്നെ റിവേഴ്സ്, ലൈക്സ്, ഓഷ്യൻസ്, സീ, മൗണ്ടെയ്ൻസ്, ഹില്ല്, വാലി, അങ്ങനെ തുടങ്ങി ഒരുപാട് വൈൽഡ് ലൈഫുകൾ, പ്ലാന്റുകൾ, ആനിമൽസ്, ബേർഡ്സ്, മൈക്രോ ബയോഗ്രാഫ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന ക്ലൈമറ്റ്, സൺലൈറ്റ്, എയർ, ഓയിൽ, ഇതൊക്കെ നമ്മൾ എന്താണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ് പറയുക. ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് നോക്കാം. സപ്പോർട്ട്സ് ലൈഫ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതിന് ഇതെന്താക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം.
അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു, എയർ, വാട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ ഇതെന്താക്കുന്നു, നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താക്കുന്നു, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്നാ, മെയിൻറ്റെയിൻസ് എക്കോളജിക്കൽ ബാലൻസ്. പ്രകൃതിയുടെ ഒരു ബാലൻസ് ഉണ്ടാവും. ചിലപ്പം മോശമായത് പ്രകൃതിയിലേക്ക് പോകുന്ന സമയത്ത് അതിനെന്താ പ്യൂരിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു എക്കോളജിക്കൽ ബാലൻസ് ഒക്കെ ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്താക്കുന്നു, ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെഗുലേറ്റ്സ് ക്ലൈമറ്റ് ആൻഡ് നാച്ചുറൽ സൈക്കിൾസ്. അതായത് ക്ലൈമറ്റും പ്രകൃതിയുടെ ഒരുപാട് തരം മാറ്റങ്ങൾ, സൈക്കിൾസ് ഒക്കെ എന്താക്കുന്നു, ഈ പറയുന്ന നാച്ചുറൽ എൻവയോൺമെൻ്റ് ആണ് എന്താക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ഇനി അടുത്ത പോർഷൻസിലേക്ക് നമുക്ക് പോവാം. ഹ്യൂമൻ മെയ്ഡാണ് രണ്ടാമത് പറയുന്നത്. എന്താണ് ഹ്യൂമൻ മെയ്ഡിൽ പറയുന്നത്? നോർമലി ഹ്യൂമൻ മെയ്ഡ് എന്ന് പറയുന്നത് മനുഷ്യ ജീവജാലങ്ങൾ ഉണ്ടാക്കിയതായിരിക്കും. അങ്ങനെ അവരുടെ സറൗണ്ടിങ്സ് അവർ ക്രിയേറ്റ് ചെയ്തതായിരിക്കും, അതുപോലെ തന്നെ മോഡിഫൈ ചെയ്തതായിരിക്കും, അതല്ലെങ്കിൽ അൾട്ടർ ചെയ്തതായിരിക്കും ബൈ ഹ്യൂമൻ ബീയിങ്സ് ടു മീറ്റ് ദിയർ നീഡ്സ് ആൻഡ് ഇംപ്രൂവ് ദിയർ ലിവിങ് കണ്ടീഷൻസ്. അതായത് മനുഷ്യന്മാർക്ക് അവരുടെ നീഡ്സിന് വേണ്ടി, അവരുടെ ലിവിങ് കണ്ടീഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കും, അതല്ലെങ്കിൽ അൾട്ടർ ചെയ്തതായിരിക്കും. അങ്ങനെയുള്ളതാണ് ഈ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്താ, ബിൽഡിങ്ങുകൾ, ഇൻഡസ്ട്രീസ്, ഫാക്ടറീസ്, ഹൗസുകൾ, അതുപോലെ തന്നെ ഡാംസ്, കനാൽസ്, വെഹിക്കിൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പെടുന്ന എക്സാമ്പിളാണ്. ഒരുപാടുണ്ട്, ഞാൻ നീട്ടി വലിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ എന്തൊക്കെ വായിച്ചു നോക്കുക. ടെക്നോളജീസ്, അതുപോലെ തന്നെ ബ്രിഡ്ജുകൾ, റോഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടും. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ മനുഷ്യജീവിതം എന്താക്കുന്നു, അവർ ഇമ്പ്രൂവ് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിലൂടെ, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെൻറ്റിലൂടെ. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ആൻഡ് കംഫർട്ടൊക്കെ ആർക്ക് നൽകുന്നു, മനുഷ്യന് നൽകുന്നു. പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനുള്ള സപ്പോർട്ട് നൽകുന്നു. ഹെൽപ്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇതിലേക്ക് എന്താക്കുന്നു, ഇത് മുഖാന്തരം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത് സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. സോഷ്യൽ എൻവയോൺമെൻറ്റിൽ എന്നാണ് പറയുന്നത്, ദ സോഷ്യൽ എൻവയോൺമെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, കസ്റ്റംസ്, ട്രഡീഷൻസ്, കൾച്ചർ, വാല്യൂസ്, ബിലീഫ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ് ആൻഡ് ബിഹേവിയർ എന്നുള്ളതാണ്. അതായത് നമ്മൾ മനുഷ്യന്മാർ ഉൾക്കൊള്ളിക്കുന്ന ഹ്യൂമൻ റിലേഷൻഷിപ്പ്, കസ്റ്റവും, ട്രഡീഷൻസും, കൾച്ചറും തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ സോഷ്യൽ എൻവയോൺമെൻറ്റിൽ പറയുന്നത്. അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ, സോഷ്യൽ ഫാക്ടേഴ്സുകളൊക്കെ അതിൽ ഉൾക്കൊള്ളിക്കും. ദാറ്റ് ഇൻഫ്ലുവൻസ് ഓർ ലൈഫ് ആൻഡ് ബിഹേവിയർ, അത് നമ്മുടെ ജീവിതത്തെ എന്താക്കുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. ഫാമിലി, ഫ്രണ്ട്സ്, കമ്മ്യൂണിറ്റി, സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ റിലീജിയൻ, കൾച്ചർ, ട്രഡീഷൻസ്, ഗവൺമെൻറ്, ലോ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ലാംഗ്വേജ്, ആർട്ട് തുടങ്ങിയവയൊക്കെ നമ്മൾ സോഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഷേപ്സ് അവർ പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ. നമ്മൾ നല്ലൊരു രീതിയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ലഭിക്കുന്നു, നല്ലൊരു ബിഹേവിയർ കിട്ടുന്നു. നമ്മൾ കമ്മ്യൂണിറ്റിയോട് നന്നായിട്ട് ഇടപെടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബിഹേവിയർ കിട്ടുന്നു. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വരും. പിന്നെന്താ പറയുന്നത്, പ്രൊമോട്ട് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് കോർപ്പറേഷൻ. നമുക്ക് സോഷ്യലി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് സോഷ്യലി ആയിട്ട് ഇടപെടാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ നോളേജും കൾച്ചറൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻഷുർ സോഷ്യൽ ഓർഡർ ആൻഡ് ഹാർമണി. നമുക്കൊരു സോഷ്യലി എന്താക്കാൻ പറ്റും, നല്ലൊരു നിലനിൽപ്പും നല്ലൊരു യോജിപ്പൊക്കെ നമുക്ക് എന്താക്കും, സോഷ്യൽ എൻവയോൺമെൻറ്റിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്.